ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൽ നിന്ന് അളവെടുത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചൂരിദാർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മുടെ അളവ് ചൂരിദാറിനെ ഇതുപോലെ നിവർത്തി വെച്ചുകൊണ്ട് കണ്ടു, നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്തൊക്കെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കറക്റ്റ് മടക്കി വെച്ചുകൊണ്ട് ഇതുപോലെ വെക്കുക. കണ്ടോ, കറക്റ്റായി വെക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ പിടിക്കുക. നമ്മുടെ ലെങ്ത്ത് കണ്ടോ, നമ്മുടെ ഈ ഒരു ലെങ്ത്ത് നമ്മൾ ഇതുപോലെ നേരെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ എടുക്കും. നമുക്കിത് 38 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരെ അളവെടുക്കുകയാണ്, കുത്തനെ അളവെടുക്കുക. അത് 38 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവാണ് എടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് കണ്ടോ, നമ്മുടെ ഈ ഒരു തോളിൻ്റെ രണ്ട് ഭാഗത്തുള്ള ഈ ഒരു ജോയിന്റ് വശം കറക്റ്റായി വെച്ച് ഇതുപോലെ ഇവിടെ നിന്ന് നമ്മൾ അളവെടുക്കുന്നു. കണ്ടോ, ആ ഒരു തോളിൻ്റെ ജോയിന്റ് വശം നമ്മൾ അളവെടുക്കുകയാണ്. ഇത് നമുക്ക് 17.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി 18 ഇഞ്ച് കൂടുതൽ വേണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 18 ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ സൈഡ് ഷേപ്പിന് വേണ്ടി എടുക്കുന്ന അളവ് ലെങ്ത്ത് നമ്മൾ അവിടുന്ന് 12 ഇഞ്ചിലാണ്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന അളവ് നമുക്ക് 15 ഇഞ്ചാണ്. നമ്മൾ മുകളിൽ നിന്ന് 12 ഇഞ്ചിൽ നമുക്ക് ഇവിടെ നേരെ കിട്ടിയിരിക്കുന്ന അളവ് 15 ഇഞ്ചാണ്. കണ്ടോ, ആ ഒരു നമ്മൾ അളവെടുത്തു. ഇനി നമ്മൾ നേരെ ടേപ്പിനെ താഴോട്ട് പിടിക്കുന്നു. എന്നിട്ട് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം കണ്ടോ, ഇവിടെ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്തേക്കുള്ള നമ്മൾ മുകളിൽ നിന്നുള്ള ലെങ്ത്ത് നമുക്ക് 18 ഇഞ്ചാണ്. കണ്ടോ, മുകളിൽ നിന്ന് നമുക്കത് 18 ഇഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. 18 ഇഞ്ചിൽ നമ്മുടെ ഈ ഒരു സൈഡ് ഓപ്പൺ വരും. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള കണ്ടോ, ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്തുള്ള നമ്മുടെ അളവ് 18 ഇഞ്ചാണ്. കണ്ടോ, ഇവിടെ കറക്റ്റ് നമ്മുടെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് കറക്റ്റ് പിടിക്കുക. നേരെ ഈ ഒരു ഭാഗത്തേക്ക് പിടിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് 18 ഇഞ്ചാണ്. ഇനി നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്ന അളവ് 21.5 ഇഞ്ചാണ്. ഇത് ഈ ഒരു അളവിൽ നമ്മൾ ചെസ്റ്റ് അളവിൽ മാത്രം 1/2 ഇഞ്ച് കൂട്ടുന്നു. ബാക്കി എല്ലാ അളവും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് എടുക്കുന്നത്. സ്ലീവിനെ നേരെ ഇതുപോലെ വെക്കുന്നു. കണ്ടോ, അതിനുശേഷം ഇതുപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിൽ നിന്ന് നമ്മൾ സ്ലീവ് ജോയിന്റ് ചെയ്യുന്ന ആ ഒരു ജോയിന്റിൽ നിന്ന് കറക്റ്റ് നമ്മൾ പിടിക്കുന്നു. കണ്ടോ, നമ്മുടെ ലെങ്ത്ത് 5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി സ്ലീവ് ലൂസാണ് എടുക്കുന്നത്. സ്ലീവ് ലൂസ് നമ്മൾ ഇവിടെ നിന്ന് നേരെ പകുതി മടക്കി വെച്ചുകൊണ്ട് കറക്റ്റ് എടുക്കുക. കണ്ടോ, ഈ ഒരു സൈഡിൽ കൂടി നമുക്കിത് 5.25 ഇഞ്ച്. അപ്പോൾ നമുക്ക് 10.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ റൗണ്ട് അളവ് വരുന്നത്. 10.5 ഇഞ്ചാണ്. ഇനി നമ്മുടെ കഴുത്തളവാണ്. അത് നമുക്ക് വൈഡൊന്നുമായി പോകാതെ കറക്റ്റ് വെക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ അളവെടുക്കുന്നു. നമുക്കിത് 5.25 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. കഴുത്തിൻ്റെ വൈഡ് നമുക്ക് 5.25 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ് അളക്കേണ്ടത്. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം അളക്കണം. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ നേരെ ഒരു സ്കെയിലിന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുന്ന അളവ് കിട്ടും. നമ്മൾ ഈ ഒരു സ്കെയിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടേപ്പിന് താഴോട്ട് പിടിക്കുന്നു. നമുക്കിത് 5.5 ഇഞ്ച് കണ്ടോ, 5.5 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം കിട്ടിയിരിക്കുന്നത്. 5.5 ഇഞ്ച്. അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടി ഇറക്കിയിട്ടാണ് നമ്മുടെ ബാക്ക് കഴുത്തുള്ളത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. കണ്ടോ, ഫ്രണ്ട് കഴുത്ത് 5.5 ഇഞ്ച്, ബാക്ക് കഴുത്ത് 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഷോൾഡർ അളവ് നമ്മൾ എടുക്കാറില്ല. നമ്മൾ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ അളവ് കണ്ടെത്തുന്നത്. ഈ ഒരു അളവിന് ഇവിടെ വരുന്ന ബോഡി അളവിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ അളവ് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചൂരിദാർ തയ്ച്ചെടുക്കുവാനുള്ള തുണി. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമുക്കൊരു കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഡിസൈനാണ്. ഇവിടെയാണ് നമ്മൾ കഴുത്തിൻ്റെ റൗണ്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. റൗണ്ട് നെക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനെ നേരെ പകുതിയായി മടക്കി വെച്ചുകൊണ്ട് കറക്റ്റ് ഇതുപോലെ മടക്കി വെക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി വെക്കുന്നു. ഇനി നമ്മുടെ ലെങ്ത് ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മുകളിൽ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ലെങ്ത് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ കറക്റ്റ് ടേപ്പ് പിടിക്കുന്നു. ഇനി നമ്മൾ 12 ഇഞ്ചിലായിരുന്നു നമ്മുടെ ഷേപ്പ് അളവ്. അത് നമ്മൾ 1/2 ഇഞ്ച് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കാരണം 1/2 ഇഞ്ച് മുകളിൽ തുണി വേണം. അതുപോലെ തന്നെ നമുക്ക് 18 ഇഞ്ചാണ് നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം. അപ്പോൾ നമ്മളത് 18.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ആ ഒരു 1/2 ഇഞ്ച് ഈ രണ്ട് സ്ഥലത്തും നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി കൊടുത്തിരിക്കുന്നത് നമ്മൾ മുകളിൽ വരുന്ന തുണിക്ക് വേണ്ടിയുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ ഷോൾഡർ നമ്മൾ വെക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ ഷോൾഡർ വെക്കുന്നത്. 6 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ താഴെയും കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നിന്ന്
നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ അകലം വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ ഇറക്കത്തിന് വേണ്ടി എടുക്കുന്നു. കണ്ടോ 6 ഇഞ്ച് അതേ അളവ് തന്നെ നമ്മൾ ഇറക്കവും മാർക്ക് ചെയ്യുകയാണ്. 6 ഇഞ്ചിൽ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ നമുക്ക് ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വെക്കുന്നത്. നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 9 ഇഞ്ച്. കണ്ടോ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 9 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് കൂടി തുന്നത്തുണി വെക്കുന്നു. കേട്ടോ 1.25 ഇഞ്ച് തുന്നത്തുണി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന അളവ് നമുക്ക് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 7.5 ഇഞ്ച്. 7.5 കണ്ടോ 7.5 മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള അളവ് നമുക്ക് 18 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിനെ നേർപകുതി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇവിടെ നമ്മൾ 1 ഇഞ്ച് തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ലെങ്ത് അളവ് നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ചെക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്കിത് കറക്റ്റായി കിട്ടും. നമ്മുടെ ലെങ്ത് 38 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടി മുകളിലുള്ള ഒരു തുന്നത്തുണിക്ക് വേണ്ടിയുള്ള 1/2 ഇഞ്ച് കൂട്ടി 38 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ നമ്മളിത് കറക്റ്റ് അളന്ന് വെച്ചിരുന്നു. അത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. നമ്മൾ മുകളിൽ ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ മുകളിലുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. നമ്മൾ ഇവിടെ വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിരിക്കുന്നത്. കണ്ടോ 38 ഇഞ്ചായിരുന്നു ലെങ്ത്. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടി 38 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഈ ഒരു മാർക്കിന് നമ്മൾ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മുടെ താവ് മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു അളവിനാണ് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നേരെ വരഞ്ഞെടുക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാർക്കിംഗ് വിട്ടുപോയതാണെന്ന്. അത് ആദ്യം വരഞ്ഞെടുക്കേണ്ടതാണ്. കണ്ടോ ഇനി നമ്മൾ ഇവിടെ നമ്മൾ 9 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. 1 ഇഞ്ച് തുന്നത്തുണി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമുക്ക് 21.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അളവിൽ. അപ്പോൾ നമുക്കതിൻ്റെ നേർപകുതി 10.25 പ്ലസ് 1 ഇഞ്ച് നമ്മളെ തുന്നത്തുണി. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ കൂടുതൽ ഷേപ്പ് കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ അല്പം പുറത്തേക്കുള്ള ഷേപ്പ് ചെറുതായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നേരെ ഇവിടെ കൂടുതലൊന്നും ഷേപ്പ് കൊടുക്കേണ്ടതില്ല. നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി ഇവിടെ കണ്ടോ ഈ ഒരു നമ്മളതൊരു കോണ് പോലെയാണ് വരിക. ഇവിടെ നമ്മളിങ്ങനെ ഷേപ്പോട് കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം വരഞ്ഞതുപോലെ തന്നെ വരയുന്നു. കണ്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ഈ ഒരു 1 ഇഞ്ച് വിട്ടിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മളിങ്ങനെ നേരെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ അടിവശത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ എന്നാൽ മാത്രമേ നമുക്കിത് ധരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി നമ്മുടെ സൈഡ് ഓപ്പൺ ഭാഗമൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് 1 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മളിങ്ങനെ കറക്റ്റ് നമ്മൾ ആ ഒരു 1 ഇഞ്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ ഇതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ കഴുത്തിൻ്റെ വൈഡാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് 5.25 ഇഞ്ചായിരുന്നു. അപ്പോൾ 2.25 പോയിന്റും അതിൻ്റെ നേർപകുതി 2.25 പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ നേരെ താഴെയും ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടോ നമ്മൾ ഇവിടെ ഇനി നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 5.5 ഇഞ്ചാണ് ഫിനിഷിങ്ങിൽ വേണ്ടത്. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മുകളിലുള്ള തുന്നത്തുണി നമ്മൾ വിട്ടതിന് ശേഷം നമുക്കിവിടെ 5.5 ഇഞ്ച് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യേണ്ടത്. തുന്നത്തുണി വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫിനിഷിങ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ നമ്മളിത് നെക്കിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് വരഞ്ഞ് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു അളവിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഡിസൈനിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. കണ്ടോ നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്നും കണ്ടോ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമുക്ക് കറക്റ്റ് അളന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിൽ ഇതുപോലെ മടക്കി വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതി കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ കണ്ടോ ഇതുപോലെ വെക്കുക. കണ്ടോ, കറക്റ്റ് വെക്കുന്നു. നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റ് കട്ട് ചെയ്യണം. നമ്മുടെ സെൻറ്റർ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു ഭാഗത്തും കണ്ടോ നമ്മളിത് അതേ അളവിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ കണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ കറക്റ്റ് ബാക്ക് പീസിലും ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു വൈഡിലുള്ള ആ ഒരു അളവിലും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ 2.25 ഇഞ്ചും പോയിന്റുമാണ് നമ്മൾ ഇവിടെ ബാക്ക് കഴുത്തിൻ്റെ വൈഡ്, നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്തത് അതേ അളവ് തന്നെ നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ വൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഇനി നമ്മൾ മുകളിലുള്ള ആ ഒരു തുണി വിട്ടതിന് ശേഷം നമ്മളിവിടെ 6 ഇഞ്ച് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ച് നമ്മളതും ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇവിടെ ബാക്ക് കഴുത്ത് നമുക്ക് റൗണ്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ ഇത് കണ്ടോ ഫ്രണ്ട് ഭാഗം, ഇത് നമ്മുടെ ബാക്ക് ഭാഗം. ഇനി നമ്മുടെ ബാക്ക് ഭാഗത്തെ മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മുടെ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കണ്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കേട്ടോ, നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല, അത് ഇപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു 1.25 ഇഞ്ചൊക്കെ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ കട്ടിങ് തുടങ്ങുന്നത്. കണ്ടോ, ഇതുവരെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. കേട്ടോ, നമ്മൾ ഇതുപോലെ തുണിയെ ഇതുപോലെ മടക്കി എടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവിൽ നമുക്ക് കണ്ടോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ കൈയുടെ ലൂസിന് ആവശ്യം ആ ഒരു രീതിയിലേക്ക് ഈ ഒരു തുണിയെ ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. കേട്ടോ, അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 5.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ 2 മാർക്കുകളെയും ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ലൈനിങ് തയ്ച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഇവിടെയുള്ള അളവ് നമ്മുടെ ചെസ്റ്റിനനുസരിച്ചാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം വെച്ചത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേരെ ബാക്ക് വശത്തേക്കും 18 ഇഞ്ച് വരും. അപ്പോൾ ടോട്ടൽ നമുക്ക് 36 ഇഞ്ച് വരും. അപ്പോൾ 36-ൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് കുറച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ് കിട്ടും. 36 4 ഇഞ്ച് വെച്ചാൽ 32 ഇഞ്ച്. അപ്പോൾ ഈ ഒരു 32 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ 32-ൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, നമുക്ക് 29 കിട്ടും. 29ൻ്റെ 4-1 7.25. 7.25ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി 7.5 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് ചെയ്യാം. കണ്ടോ, 7.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു 32 ഇഞ്ചുള്ള ചെസ്റ്റ് അളവിന് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ 6 ഇഞ്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഇവിടെ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി. അതുപോലെ തന്നെ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെയും നമ്മളൊരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 3.5 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്യുന്നു.
ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്യുകയാണ്. ആ ഒരു 3.5 ഇഞ്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ചുള്ള ആ ഒരു 3.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് നമുക്ക് 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5.25 ഇഞ്ച് വരും. 5.25 മാർക്ക് കൊടുക്കുന്നു. 1.25 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് മുകളിലേക്ക് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. ഇതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് കണ്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത്, നമ്മുടെ ഈ ഒരു റഗാളിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന അളവ്, ഈ ഒരു അളവ് നമ്മൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. നമ്മൾ അളവ് എടുത്തിട്ടില്ല. നമ്മൾ ആരുടെയും ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ അളവിൽ നിന്നോ നമ്മൾ ചുരിദാറിൽ നിന്ന് നമ്മുടെ അളവെടുക്കുമ്പോഴോ നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമുക്കത് അളവൊന്ന് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കണ്ടോ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. ഫ്രണ്ട് പീസ് മാറ്റി വെക്കുന്നു. ബാക്ക് പീസിൽ നമ്മൾ ഇവിടെ മുകളിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഈ ഒരു മാർക്കിംഗ് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്യുന്ന ഒരു തുന്നിക്ക് വേണ്ടി ഉള്ള മാർക്കിംഗ് ആണത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ലൂസിന് വേണ്ടി കണ്ടോ ഈ ഒരു അളവ് നമ്മൾ ഇവിടെ മുകളിലേക്ക് വെക്കുന്നു കണ്ടോ. നമ്മൾ ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന തുണി നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത തുണി മുകളിലേക്ക് മാറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ ഒരു അളവിനെ പിടിച്ചുകൊണ്ടിരുന്നു കണ്ടോ. നമുക്കിത് കറക്റ്റായിട്ട് കണ്ടോ നമ്മുടെ ബോഡിയിലുള്ള അളവും നമ്മുടെ സ്ലീവിന് വേണ്ടി വരഞ്ഞിരിക്കുന്ന അളവും കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു തുണി കണ്ടോ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ അല്പം തള്ളി നിൽക്കുന്നത്, അത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്താൽ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് കണ്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ വശത്ത് വരുന്ന കൈയുടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നേരെ ഇതുപോലെ നിവർത്തി വെക്കുകയാണ്. നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു മാർക്കിൽ കാരണം ഇവിടെ ഒരു മാർക്ക് ചെയ്യില്ല, ആ ഒരു മാർക്കിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.25 മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കൈയുടെ സെൻറ്റർ വശത്ത് നിന്ന് ഇവിടെയും നമ്മളൊരു 1.25. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു 1.25 മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് മുകളിൽ നമ്മൾ 1.25 മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ. നമ്മുടെ കൈയുടെ ഷേപ്പ് നമ്മൾ നല്ലവണ്ണം ഇവിടെ എടുക്കുകയാണ് കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിലേക്ക് കൈയുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം നമ്മളൊരു കട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. നമ്മൾ 2 മീറ്ററാണ് നമ്മൾ ലൈനിങ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു കണ്ടോ. അതിനുശേഷം നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെക്കും. നമ്മുടെ അടിവശത്ത് നമുക്ക് 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെക്കാം ലൈനിങ്ങിനെ. ഇതുപോലെ വെക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ലീവ് നമുക്കൊന്ന് വെച്ച് നോക്കാം കണ്ടോ. നമ്മുടെ സ്ലീവ് ഇവിടെ കിട്ടും. നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് നമുക്ക് ഇവിടെ കിട്ടും. അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഇതുപോലെ സ്ലീവിനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ. നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടോ എല്ലാ ഭാഗത്തും ഒരു അരയിഞ്ച് മുകളിലും സൈഡ് വശത്തും റഗാൾ ഭാഗത്തും ഒക്കെ ഒരു അരയിഞ്ച് എക്സ്ട്രാ ഇട്ടുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലൈനിങ്ങും ബോഡി പീസും തമ്മിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മളിവിടെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് കുറച്ചുകൊണ്ട് നമുക്കിവിടെ അടിവശത്ത് നിന്ന് നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.